നമസ്കാരം. കൽപ്പറ്റയിൽ 16-കാരനെ വളഞ്ഞിട്ട് മർദ്ദിച്ച ഗുണ്ടകൾക്ക് കുട്ടികളുടെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ? ആ ഭയാനക ദൃശ്യം മുഴുവൻ കാണാൻ മുതിർന്നവർക്ക് പോലും, പ്രത്യേകിച്ച് മക്കളുള്ളവർക്ക് സാധ്യമല്ല. കൽപ്പറ്റ മാത്രമല്ല, കേരളത്തിന്റെ മുക്കുമൂലയും ഇത്തരം കുട്ടി കുറ്റവാളികളും മയക്കുമരുന്നിന് അടിമകളും ഭരിച്ചു തുടങ്ങിയത് സർക്കാരോ നിയമ സംവിധാനങ്ങളോ അറിഞ്ഞിട്ടില്ല. ദിവസങ്ങൾക്ക് മുൻപാണ് എറണാകുളം ജില്ലയിലെ പൈങ്ങോട്ടൂരിൽ 9ാം ക്ലാസ്സുകാരനെ സഹപാഠികൾ പോലീസ് എസ്പോസ്റ്റിലിട്ട് മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തുവന്നത്. തുടർന്ന് പോലീസ് എത്തി കേസെടുത്തെങ്കിലും ഇരുകൂട്ടരുടെയും മാതാപിതാക്കൾ ഒത്തുതീർപ്പിലെത്തി. ദൃശ്യങ്ങൾ പുറത്തുവരുന്നതുകൊണ്ട് മാത്രം ചിലത് ശ്രദ്ധിക്കപ്പെടുന്നുവെന്നേയുള്ളൂ. സ്കൂളുകളിൽ ഉൾപ്പെടെ നാടാകെ കുട്ടിക്കുറ്റവാളി സംഘങ്ങൾ പെരുകുകയാണ്. ക്രൂരതകൾക്ക് മടിക്കാത്തവരെ പ്രായപൂർത്തിയായില്ലെന്ന പേരിൽ സംരക്ഷിക്കുന്ന നിയമങ്ങൾ അഴിച്ചു പണിയേണ്ടതാണ്. നമുക്ക് ന്യൂസ് ടൈം നോക്കാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. കുറുമാലിപ്പുഴയുടെ വിവിധയിടങ്ങളിൽ തടയണകൾ നിർമ്മിക്കുന്നത് മൂലം ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ആറ്റപ്പള്ളിക്കടവിൽ താൽക്കാലിക തടയണ ഒരുക്കുമെന്ന് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി. പൊയ്യയിൽ പൊതുകിണർ മാലിന്യ ശേഖരണ കേന്ദ്രമാക്കി മാറ്റി സാമൂഹ്യ വിരുദ്ധർ. പുളിപ്പറമ്പ് പള്ളിക്ക് സമീപം റോഡിനോട് ചേർന്നുള്ള പഞ്ചായത്തിന്റെ പൊതുകിണറിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. കാളിന്തി നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ആഴമുള്ള കയത്തിൽ അപകടത്തിൽപ്പെട്ട വിദേശ വനിതകളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. നീന്തലറിയാത്ത ഇവരുടെ ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കുറുമാലിപ്പുഴയുടെ ആറ്റപ്പള്ളിക്കടവിൽ താൽക്കാലിക തടയണ ഒരുക്കുമെന്ന് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി. പുഴയുടെ വിവിധയിടങ്ങളിൽ തടയണകൾ നിർമ്മിക്കുന്നത് മൂലം ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് പുഴയിലെ ജലനിരപ്പ് താഴ്ന്നത്. ആറ്റപ്പള്ളിക്കടവ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദർശിച്ചു. കൊടകര പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി കുറുമാലിപ്പുഴയുടെ ആറ്റപ്പള്ളിക്കടവിൽ താൽക്കാലിക തടയണ ഒരുക്കുമെന്ന് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി പറഞ്ഞു. കൊടകര ടൗണിൽ ഇന്നു മുതൽ വെള്ളത്തിൻ്റെ ക്ഷാമം അനുഭവപ്പെട്ടേക്കാണ്. അതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളടക്കം ആറ്റപ്പള്ളി കടവ് സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ചിമ്മിനി ഡാം വാസൂരത്ത് തടയണേൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വെള്ളമടിക്കുമ്പോൾ അത് കിണറ്റിൽ വെള്ളമില്ലാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ മറ്റൊരു ഗ്രാമപഞ്ചായത്തിലേക്കും ഇതുമായി ബന്ധപ്പെട്ട കുടിവെള്ളം ഇവിടുന്ന് പോകുന്നുണ്ട്. 2 ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന് അടിയന്തരമായി താൽക്കാലികമായുള്ള ഒരു തടയണ കെട്ടി വെള്ളം ശേഖരിച്ചുകൊണ്ട് അത് കിണറ്റിലേക്കാക്കി. കൊടകര പഞ്ചായത്തിലെ വിവിധ മേഖലകളിലേക്ക് കുടിവെള്ള പമ്പ് ചെയ്യുന്ന ആറ്റപ്പള്ളിക്കടവ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരിയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചിരുന്നു. പുഴയുടെ വിവിധ ഇടങ്ങളിൽ തടയണകൾ നിർമ്മിക്കുന്നത് മൂലം ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് പുഴയിലെ ജലനിരപ്പ് താഴ്ന്നത്. ഇതിന് പരിഹാരം കാണുന്നതിനായിട്ടാണ് താൽക്കാലികമായി മണൽച്ചാക്ക് നിറച്ച് തടയണ നിർമ്മിക്കുന്നത്. പുഴയിൽ വെള്ളം ഉയർന്നാൽ വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടാപ്പള്ളി, വാർഡ് മെമ്പർമാരായ ആശാ രാമദാസ്, വിദ്യാ സുനിൽകുമാർ, ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടകര. പൊയ്യയിൽ പൊതുകിണർ മാലിന്യ ശേഖരണ കേന്ദ്രമാക്കി മാറ്റി സാമൂഹ്യ വിരുദ്ധർ. പുളിപ്പറമ്പ് പള്ളിക്ക് സമീപം റോഡിനോട് ചേർന്നുള്ള പഞ്ചായത്തിന്റെ പൊതുകിണറിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. പ്ലാസ്റ്റിക്, ഭക്ഷണാവശിഷ്ടം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ചാക്കിലും കവറുകളിലുമായി ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. ചീഞ്ഞു നാറിയ ദുർഗന്ധം മൂലം പരിസരത്ത് നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന പരിസരത്ത് ഇപ്പോൾ ദുർഗന്ധം മൂലം നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. കിണർ ശുചീകരിച്ച് ഗ്രില്ലിട്ട് മൂടുകയും സുരക്ഷാ ക്യാമറ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകിയിരിക്കുകയാണ്. നിലവിൽ നമ്മുടെ പഞ്ചായത്ത് കിണറാണിത്. ഇതിൽ സാമൂഹ്യ വിരുദ്ധർ രാത്രി കാലങ്ങളിൽ വന്ന് വേസ്റ്റ് ഇടുന്നുണ്ട്. അതും ഇവിടെ ഒന്നും നിൽക്കാൻ പാടില്ല. അതേപോലെ രീതിയിലാണ് ദുർഗന്ധം. കാരണം നടക്കാനോ ഒന്നിനും പറ്റുന്നില്ല. പഞ്ചായത്തിൽ ഇന്നലെ ഞങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട്, അത് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കാനും ഈ കിണർ വൃത്തിയാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനും അല്ലെങ്കിൽ ഗ്രില്ലിട്ട് മൂടാനോ ഗ്രില്ലിട്ട് അടയ്ക്കാനോ സേഫാക്കി തരണമെന്ന് ഞങ്ങൾ ജനങ്ങളും എല്ലാവരും കൂടി ഇതിനു വേണ്ടി പറയുന്നതാണ്.
സ്കൂളിലും നമ്മുടെ ഇവിടെ സ്കൂളിൽ കുട്ടികളൊക്കെ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇത് ഗ്രില്ലിട്ട് അടച്ചു തരുന്നതാണ് വളരെ ഉപകാരം നമുക്ക്. തിരുനെല്ലി കാളിന്തി നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ആഴമുള്ള കയത്തിൽ അപകടത്തിൽപ്പെട്ട വിദേശ വനിതകളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. നീന്തലറിയാത്ത ഇവരുടെ ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത്. തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപമായിരുന്നു സംഭവം. നദിയുടെ ആഴം കുറഞ്ഞ ഭാഗത്ത് കുളിക്കുന്നതിനിടെ ഒരാൾ അപ്രതീക്ഷിതമായി കയത്തിൽപ്പെടുകയായിരുന്നു. ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൂടെയുണ്ടായിരുന്ന സുഹൃത്തായ വിദേശ വനിതയും വെള്ളക്കെട്ടിൽ അകപ്പെട്ടു. ഇരുവർക്കും നീന്തൽ അറിയില്ലായിരുന്നു. നാട്ടുകാരിൽ രണ്ടുപേരും അവിടെയുണ്ടായിരുന്ന മറ്റൊരു സഞ്ചാരിയും പുഴയിലേക്ക് ചാടി ഇരുവരെയും കരക്കെത്തിക്കുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ കോൺഗ്രസ് ഭാരവാഹികൾ പ്രതിഷേധ ധർണ നടത്തി. വടക്കേനടയിൽ നടന്ന പ്രതിഷേധ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. TM നാസർ അധ്യക്ഷനായി. ES സാബു, സുനിൽ P മേനോൻ, CS രവീന്ദ്രൻ, VA അബ്ദുൽ കരീം, CC ബാബുരാജ്, VM മുഹീദ്ദീൻ, PH മഹേഷ്, രവി നമ്പൂതിരി, പോൾസൺ കൈപ്പമംഗലം, NS വിജയൻ, PB മൊയ്തു, KN സജീവൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് നഗരസഭാ മെമ്പർമാർ, ബാങ്ക് പ്രസിഡന്റുമാർ, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നടന്നു വന്ന കുഴൂരിന്റെ സാംസ്കാരികോത്സവം അമ്പഗ്രാമം സമാപിച്ചു. കുഴൂർ സർക്കാർ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സമാപന സമ്മേളനം മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി സജീവ് ഉദ്ഘാടനം ചെയ്തു. നാടകരാവ് അങ്ങനെ ഒരു പരിപാടിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ അമ്പഗ്രാമം, അപ്പൊ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഒത്തൊരുമയും കൂടി ഇത് ശരിക്കും എടുത്തു കാണിക്കുന്നത് 24 വർഷം എന്ന് പറയുമ്പോൾ തന്നെ. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുകയാണ്. പിന്നെ ആദ്യമായിട്ടാണ്, അപ്പം ചെറിയ തെറ്റൊക്കെ വരും. അപ്പം അതുകൊണ്ട് തുടർന്നും നല്ലൊരു ഒത്തൊരുമയോട് കൂടി ഈ വേദി എല്ലാ വളർന്നു വരുന്ന കലാകാരന്മാർക്കും എഴുത്തുകാർക്കും നല്ലൊരു പ്രചോദനമാവട്ടെ, അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു അവസരമായി മാറട്ടെ അമ്പഗ്രാമം എന്ന് പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ വരും കാലങ്ങളിൽ നല്ല പ്രൗഢിയോടുകൂടിയും പുതുമയോടുകൂടിയും അമ്പഗ്രാമം നടത്തിക്കൊണ്ടു പോകാൻ ഇവർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. KP വിൽസൺ കണ്ടംകുളത്തി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചികിത്സാ സഹായ വിതരണവും പ്രതിഭകൾക്കുള്ള ആദരവും നടന്നു. കുഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MA ജോജോ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം E കേശവൻകുട്ടി, ഡോക്ടർ പീറ്റർ ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷിജി യാക്കോബ്, ബിജി ഷാജു, ലിൻസൺ പോൾ എന്നിവർ സംസാരിച്ചു. അഷ്ടമിച്ചിറ മാണിയംകാവ് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. പൂരമെഴുന്നള്ളിപ്പ്, പട്ടും താലിയും ചാർത്തൽ, ചന്ദനം ചേർത്ത് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, താലി സ്വീകരണം, എഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. പാറക്കടവ് സ്വദേശിയായ 8 വയസ്സുകാരൻ വടക്കേപ്പാട്ട് മഠം മഹാദേവ് രാജയുടെ നേതൃത്വത്തിൽ നടന്ന തായമ്പക ഭക്തർക്ക് മികച്ച ആസ്വാദന അനുഭവമായി. നിരവധി ഭക്തർ മഹോത്സവ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
അങ്കമാലി വിവിധയിടങ്ങളിൽ തടയണകൾ നിർമ്മിക്കുന്നത് മൂലം ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നു വിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ആറ്റപ്പള്ളിക്കടവിൽ താൽക്കാലിക തടയണ ഒരുക്കുമെന്ന് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി. പൊയ്യയിൽ പൊതുകിണർ മാലിന്യ ശേഖരണ കേന്ദ്രമാക്കി മാറ്റി സാമൂഹ്യ വിരുദ്ധർ. പുളിപ്പറമ്പ് പള്ളിക്ക് സമീപം റോഡിനോട് ചേർന്നുള്ള പഞ്ചായത്തിന്റെ പൊതുകിണറിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. കാളിന്തി നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ആഴമുള്ള കയത്തിൽ അപകടത്തിൽപ്പെട്ട വിദേശ വനിതകളെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. നീന്തലറിയാത്ത ഇവരുടെ ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.